ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം 32-ാമത്തെ ശ്ലോകമാണ്. ഇതുവരെ നമ്മൾ വസുദേവരും നന്ദഗോപരും തമ്മിലുള്ള ഒരു സംവാദ രൂപേണയുള്ള ശ്ലോകങ്ങളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്കറിയാം ഈ ഭാഗവത കഥ തന്നെ ശ്രീശുക മഹർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ആ കഥയുടെ ബാക്കി ഇനിയും ശ്രീശുക മഹർഷിയാണ് അടുത്ത ഈ ഒരു ശ്ലോകം പറയുന്നത്. ശ്രീശുക ഉവാച ഇതി നന്ദാദയോ ഗോപാ പ്രോക്താസ്തേ ശൗരിണായയു അനോഭിരനഡുദ്യുക്തൈസ്തമനുജ്ഞാപ്യ ഗോകുലം. ഇവിടെ ഈ ശ്ലോകം നമ്മൾ പറഞ്ഞു, ശ്രീശുക മഹർഷി പറയുന്നു. ശ്രീശുക ഉവാച, ശ്രീശുക മഹർഷി തുടർന്ന് പറയുകയാണ്. ഇതി നന്ദാദയോ ഗോപാ. ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം. നന്ദാദയ, നന്ദഗോപര് ആദിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നന്ദഗോപരോടൊപ്പം വേറെയും ഗോപന്മാർ വന്നിട്ടുണ്ട്. ഗോകുലത്തിൽ നിന്ന് നന്ദഗോപരുടെ അനുയായികളായിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ അവരുമൊക്കെ ഗോപാഹ, ഗോപന്മാർ. അപ്പോൾ നന്ദഗോപരാദിയായ ഗോപന്മാർ, നന്ദഗോപര് മാത്രമല്ല മറ്റുള്ള ഗോപന്മാരും പ്രോക്താസ്തേ, പ്രോക്താഹ തേ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രോക്താസ്തേ. പ്രോക്താ എന്ന് പറഞ്ഞാൽ പറയപ്പെട്ട. അപ്പോൾ വസുദേവര് ഇങ്ങനെ പറഞ്ഞതിന് ശേഷമുള്ള കാര്യം പറയാണ്. പറയപ്പെട്ട തേ, തേ എന്നാൽ അവർ. എങ്ങനെ? ശൗരിണ, ആരാൽ പറയപ്പെട്ടതെന്നാണ് പറയുന്നത്. ശൗരിണ, വസുദേവരാൽ പറയപ്പെട്ട. അവര് ഇപ്രകാരം വസുദേവരാൽ പറയപ്പെട്ട ഈ നന്ദഗോപര് ആദിയായ ഗോപന്മാരൊക്കെയും യയുഹു പോയി എന്ന് പറഞ്ഞാൽ, നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ ഗോകുലത്തിൽ എന്തൊക്കെയോ ആപത്തുകൾ വരാൻ പോകുന്നു എന്നതിൻ്റെ ചില സൂചനകൾ വസുദേവര് നന്ദഗോപർക്കും മറ്റുള്ള ഗോപന്മാർക്കും കൊടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതെന്തുകൊണ്ട് വസുദേവർക്ക് അങ്ങനെ തോന്നി എന്ന് വെച്ചാൽ അതും ഭഗവാന്റെ സങ്കല്പമാണ്. അവിടെ നമുക്കുമൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലത് ഭഗവാൻ തോന്നിപ്പിച്ചു തരാറുണ്ട്. അങ്ങനെ അരുത്, ഇങ്ങനെ ആകാം, ഇങ്ങനെ പലതും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. ചിലപ്പോൾ അതൊക്കെ അങ്ങനെ സംഭവിക്കുന്നതും നമുക്ക് കാണാം. ഇതൊക്കെ ഭഗവാന്റെ ഒരു ലീലയാണ്. ഇവിടെയും ആ വസുദേവരുടെ മനസ്സിൽ ഭഗവാനായിട്ട് തോന്നിപ്പിച്ചതാണ്. എന്തൊക്കെയോ ദുർലക്ഷണങ്ങൾ വസുദേവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ തൻ്റെ ഉണ്ണിക്ക് എന്തോ അപകടം പതിയിരിക്കുന്നു എന്നൊരു തോന്നൽ. അപ്പോൾ അത് നന്ദഗോപരോട് സൂചിപ്പിച്ചപ്പോൾ, വസുദേവരാൽ ഇപ്രകാരം പറയപ്പെട്ടപ്പോൾ, പോരാങ്കി വസുദേവർ പറഞ്ഞത് ഇനി അധിക സമയം ഇവിടെ തങ്ങരുത് എന്നാ പറഞ്ഞത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നന്ദഗോപരും മറ്റുള്ള ഗോപന്മാരും ഗോകുലത്തിലേക്ക് മടങ്ങിപ്പോയി. എങ്ങനെ? അനോഭിരനഡുദ്യുക്തൈസ്തമനുജ്ഞാപ്യ. കുറച്ച് വലിയ ഒരു പദമാണത്. അനോഭിഹി അനഡുദ്യുക്തൈ തം അനുജ്ഞാപ്യ. ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ്. അനോഭിരനഡുദ്യുക്തൈസ്തമനുജ്ഞാപ്യ. അനോഭിഹി, അനോഭിഹി എന്ന് പറഞ്ഞാൽ വണ്ടികളിൽ കയറിയിട്ട്. ഏത് വണ്ടികളിൽ? അനഡുദ്യുക്തൈ എന്ന് പറഞ്ഞാൽ ഈ കാളകളെയൊക്കെ പൂട്ടിക്കെട്ടിയ വണ്ടിയിൽ. പെട്ടെന്ന് തന്നെ അവർ വണ്ടികളിൽ കാളകളെയൊക്കെ ഇങ്ങനെ പൂട്ടിക്കെട്ടി, എന്നിട്ട് വളരെ പെട്ടെന്ന് ആ വണ്ടികളിൽ കയറിയിട്ട് തം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട്, ആരോട്? ആ വസുദേവരോട് അനുജ്ഞാപ്യ. അനുജ്ഞാപ്യ എന്ന് പറഞ്ഞാൽ യാത്ര ചോദിച്ചിട്ട്, അവരോടൊക്കെ വിട വാങ്ങിയിട്ട് ആ വസുദേവരോട് യാത്ര പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ അവർ ഗോകുലത്തിലേക്ക് പോയി. അപ്പോൾ ഈ വസുദേവരാൽ ഇങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയപ്പോൾ തന്നെക്കാളൊക്കെ വളരെ ഇളയ സഹോദരനാണ് വസുദേവരൻ നന്ദഗോപരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവിടെ നടന്ന ഇത്രയേറെ മോശം ദുഷ്കർമ്മങ്ങൾക്ക് ശേഷം ഇനിയും തൻ്റെ മനസ്സിൽ എന്തോ ഒരു ഭീതി, ഗോകുലത്തിൽ
എന്തൊക്കെയോ ആപത്തുകൾ വരാനുണ്ട് എന്ന് ഭഗവാനായിട്ട് സൂചിപ്പിച്ചപ്പോൾ വസുദേവരത് നന്ദഗോപരോട് പറയുകയും ആ തൻ്റെ ഇളയ സഹോദരനായിട്ട് പോലും ആ വാക്കുകളെ മാനിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തങ്ങൾ വന്ന വണ്ടികളിൽ, ആ കാളവണ്ടികളിൽ കാളകളെയൊക്കെ പൂട്ടിക്കെട്ടിയിട്ട് എളുപ്പം നന്ദഗോപരും മറ്റുള്ള ഗോപന്മാരും അവിടെ നിന്നും ഗോകുലത്തിലേക്ക് യാത്രയായി വസുദേവരോട് യാത്രയും പറഞ്ഞുകൊണ്ട്. ഇവിടെ വേണമെങ്കിൽ നന്ദഗോപർക്ക് ചിന്തിക്കാമായിരുന്നു, തൻ്റെ ഉണ്ണികൾ അവിടെ സുരക്ഷിതരാണ്, തൻ്റെ ഉണ്ണിയും ഈ വസുദേവരുടെ ഉണ്ണിയും അവിടെ സുരക്ഷിതരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ധാരാളം പരിചാരകരുണ്ട് നോക്കാൻ, ഗോപസ്ത്രീകളും മറ്റുള്ള ഗോപന്മാരും ഒക്കെ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉണ്ണികൾക്ക് കുഴപ്പമൊന്നും വരാൻ വഴിയില്ല എന്ന് നന്ദഗോപർക്ക് ഉറച്ചു വിശ്വസിക്കാമായിരുന്നു. പക്ഷെ എന്നിട്ടും